അമ്പിളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പാർവതി അവളോട് മിണ്ടുന്നില്ല. കാരണം അവൾ കറുത്തവളും താഴ്ന്ന ജാതിക്കാരിയാണെന്നും പറഞ്ഞു. അമ്പിളിയുടെ അച്ഛൻ വേണു ഓഫീസിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്യാണ്. എപ്പോഴും അവിടെ ഉള്ള ഒരു ക്ലർക്ക് അവന് കറുത്ത ജാതിക്കാരനാണെന്നും പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്പിളിയെ എന്ന സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നതെല്ലാം വേണുവാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പാർവതി അവൾ വന്നാൽ മാത്രമേ ക്ലാസ്സിലേക്ക് കയറുള്ളായിരുന്നു. മഞ്ജു ടീച്ചർക്ക് മാത്രമാണ് അമ്പിളിയോട് ഒരു തരി സ്നേഹമുള്ളത്. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അമ്പിളിയെ ആഫ്രിക്കക്കാരി, കറുത്ത വർഗ്ഗക്കാരി എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അമ്പിളിയെയാണ് ഇപ്രാവശ്യത്തെ ഒപ്പനയിലെ മണവാട്ടിയായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമുണ്ട്. അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ടീച്ചേഴ്സ് അവൾക്ക് കൊടുക്കാൻ. അന്ന് വീട്ടിൽ വന്ന അവളും ആ ഒരു ഡ്രസ് ഇട്ട് തന്റെ അച്ഛനെ കാട്ടിക്കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി. അച്ഛൻ അവളെ എത്ര നന്നായിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും അമ്മയില്ലാത്ത ഒരു കുറവ് അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ ഒപ്പനയുടെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് സ്വാതി എന്ന് പറഞ്ഞൊരു ടീച്ചർ വന്നിട്ട് അമ്പിളി കറുത്തതാണ്, വെളുത്ത കുട്ടികളുടെ ഇടയിൽ അവളെ ഇരുത്തണ്ടെന്ന് പറഞ്ഞ് പാർവതിയെ മണവാട്ടിയാക്കാണ് അമ്പിളിയെ മാറ്റി നിർത്തുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അവളും ക്ലാസ്സിലിരുന്ന് കരയാണ്. ഇത് കണ്ടുവന്ന മഞ്ജു ടീച്ചർ കാര്യം തിരക്കുന്നുണ്ട്. ഇതറിഞ്ഞ മഞ്ജു ടീച്ചർ സ്വാതി ടീച്ചറെ പോയി ചീത്ത പറയാണ്. പക്ഷേ പ്രിൻസിപ്പൾ പോലും സ്വാതി ടീച്ചർക്കായിരുന്നു സപ്പോർട്ട്. അന്ന് സ്കൂൾ വിട്ട് അമ്പിളിയും പാർവതിയും പോകുന്ന സമയം പാർവതിയുടെ അച്ഛന് ഒരു കാറിൽ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അമ്പിളിയാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ ഒരു അച്ഛൻ ഇനി മുതൽ അവളായിട്ട് കൂട്ട് വേണ്ടാന്നും ഇനി നീ അവളായിട്ട് കൂട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ബോർഡിംഗ് സ്കൂളിലാക്കുന്ന പാർവതിയോട് പറയുന്നുണ്ട്. കാരണം പറയുന്നത് അവൾ കറുത്തിട്ടാണെന്നും താഴ്ന്ന ജാതിക്കാരിയാണെന്നും. അന്ന് രാത്രി ആ ഒരു ഒപ്പനയുടെ ഡ്രസ്സ് കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടാണ് അമ്പിളി കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം ആനുവൽ ഡേക്കും അവൾക്ക് പരിപാടിയൊന്നും ഇല്ലാതെ ബോറടിച്ച് സ്കൂളിൽ നിന്ന് കരഞ്ഞു തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ വേണുവിന്റെ ഓഫീസിലും ആ ഒരു പ്യൂണ് അവനോട് മോശം രീതിയിൽ വീണ്ടും വീണ്ടും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്പിളി ഇപ്പൊ വെളുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് ഓരോ പൊടി കൈകളെല്ലാം നോക്കുന്നുണ്ട്. അച്ഛനും അവളും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവള് വെളുക്കാൻ വേണ്ടി ഒരുപാട് ക്രീം എല്ലാം എടുക്കുന്നുണ്ട്. അച്ഛൻ അത് അവൾക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. അതുപോലും അവൾ കരഞ്ഞോണ്ടാണ് മുഖത്ത് പരത്തുന്നത്. സ്വാതി ടീച്ചർ അവരുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ അമ്പിളിയുടെ ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നീ ഫെയർനെസ് ക്രീം കണ്ടു കിട്ടേ കാക്ക കുളിച്ച കൊക്കാവോ എന്റെ അമ്പിളി എന്ന് ചോദിച്ച് അവളെ കളിയാക്കുകയും ചെയ്യാണ്. സ്കൂളിൽ നിന്ന് വന്ന അവള് കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ട അച്ഛൻ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ ഇവൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇനി മുതൽ അവള് സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറയാണ്. അച്ഛൻ പിറ്റേ ദിവസം തന്നെ പ്രിൻസിപ്പളിനോട് ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ അത് കുട്ടികളുടെ ഒരു തരം കോംപ്ലക്സ് ആണെന്നും ഒരു കറുത്ത ചെക്കനെ കൊണ്ട് അവളെ കെട്ടിച്ചാൽ മതി, അപ്പൊ ഈ കോംപ്ലക്സ് ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് തന്നെ പാവം വേണു നാണം കെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇപ്പൊ കുറെ ദിവസം കഴിഞ്ഞിട്ട് അമ്പിളി സ്കൂളിൽ വരാത്തതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളിനെ പേടിയാവുന്നുണ്ട്. മഞ്ജു ടീച്ചറോട് പോയി സംസാരിക്കാനായിട്ട് പറയാണ്. മഞ്ജു ടീച്ചർ പറഞ്ഞിട്ടും അവൾ സ്കൂളിലേക്ക് വെളുക്കാതെ തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. വെളുക്കാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ ലോകത്തിൽ ഏറ്റവും നല്ല നിറം ഏതാണെന്ന് നീ കണ്ടുപിടിച്ച് തിങ്കളാഴ്ച സ്കൂളിലേക്ക് വരാനായിട്ട് മഞ്ജു ടീച്ചർ പറയാണ്. വെളുക്കാനുള്ള മരുന്ന് കിട്ടാൻ വേണ്ടി അവളും ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ തപ്പി നടക്കുന്നുണ്ട്. അവൾ അവസാനം വെളുത്ത നിറം തന്നെയാണ് ഏറ്റവും നല്ല നിറം വിചാരിക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ വന്ന് അവളോട് എന്തോ പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവൾ മഞ്ജു ടീച്ചറുടെ അടുത്ത് പോയിട്ട് ലോകത്തിൽ അങ്ങനെ ഏറ്റവും നല്ല നിറം ഒന്നും ഇല്ല ടീച്ചറെ എന്നാണ് പറയുന്നത്. അതുപോലെ അവൾക്ക് വെളുക്കണ്ടെന്നും പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ അച്ഛൻ അവൾ അന്ന് രാത്രി ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്നും മിന്നാമിനിങ്ങിന്റെ ഭംഗി കാണണമെങ്കിൽ രാത്രിയിൽ വന്ന് നോക്കണമെന്നും. അച്ഛൻ ഇതുപോലെ ഒരുപാട് നാണക്കേട് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മ വില വെക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ച് കാട്ടിക്കൊടുക്കണം, അതാണ് വേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട്. അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ഒരു വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത് ആ ഒരു സ്കൂളിലെ സ്കൂൾ ലീഡർ അമ്പിളിയായിരുന്നു. എല്ലാവർക്കും പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുന്നത് അമ്പിളിയാണ്. അവൾ അങ്ങനെ വിജയിച്ചു. ഈ ഒരു മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.